പുതിയ നല്ല വൈറ്റ് ഡ്രസ്സൊക്കെ ഇടിപ്പിച്ച് കൊടുത്തിട്ട് ബേബിക്ക് വെച്ച് കൊടുക്കുകയാണ്. പ്ലാസ്റ്റിക് നമ്മുടെ മറ്റേ ബെറ്റിക്കോട്ട് കവർ വെച്ചിട്ടുണ്ടാക്കിയതാണ്. അപ്പൊ ഇതല്ല നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ ഹലോ ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് മമ്മി അവിടെ ഇരുന്ന് എന്തോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഇവിടെ ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഫ്ലവർ മേക്കിംഗ് ഓൾറെഡി തുടങ്ങി. അപ്പൊ എന്താണ് ഇന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് നോക്കിയാലോ? ഓക്കെ, ഇപ്പൊ മമ്മി എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പൊ ഞാന് ചുമ്മാ എനിക്ക് കുറച്ച് പ്ലാസ്റ്റിക് കിട്ടി കേട്ടോ. പ്ലാസ്റ്റിക് അപ്പം കുറച്ച് എന്തെങ്കിലും മോഡല് പൂക്കൾ ഉണ്ടാക്കാന്ന് വിചാരിക്കുമോ? ഇന്നലെ ചെയ്ത ഫ്ലവറിന്റെ ബാക്കി വന്ന കുറച്ച് പ്ലാസ്റ്റിക് അത് വെച്ച് വേറെ ഒരു മോഡലാണ് ഇന്നലെ ചെയ്തത് ഇരിക്കുന്നത്. ഇതേണ്ടേ ആ മരത്തിലോട്ട് നോക്കിയേ, ഇതേണ്ടേ ആ ട്രീക്കകത്ത് കണ്ടില്ലേ? ആ ട്രീയിലിരിക്കുന്ന ഫ്ലവേഴ്സ് എല്ലാം ഇതേണ്ടേ ഈ പ്ലാസ്റ്റിക് വെച്ചിട്ട് ഉണ്ടാക്കിയതാ. നമ്മുടെ ഹെയർ ബോ ഒരു ദിവസം ഞാൻ ഒരു ഹെയർ ബോ ഉണ്ടാക്കിയായിരുന്നല്ലേ ഇന്നലെ. അതെല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ട. ഇൻബോക്സിലും അല്ലാതെ ഒക്കെ എന്നെ വിളിച്ച് ഒത്തിരി പേര് അത് കമന്റ് ചെയ്യുകയും നല്ല അഭിപ്രായം പറയുകയൊക്കെ ചെയ്തു. അതുകൊണ്ട് ആ ടൈപ്പ് എല്ലാവർക്കും ഉപയോഗപ്രദമായ ഒരു ഹെയർ ബോ ഇന്നുകൂടെ ഉണ്ടാക്കാന്ന് വിചാരിക്കുക. ഓക്കെ, ഇന്നുണ്ടാക്കിയ പൂ, ഈ സൈസ് പൂക്കള് അതിന്റെ തണ്ടൊക്കെ ഒന്ന് കാണിച്ചേക്കാൻ. കണ്ടോ, പ്ലാസ്റ്റിക് നമ്മുടെ മറ്റേ ബെറ്റിക്കോട്ട് കവർ വെച്ചിട്ടുണ്ടാക്കിയതാണ്. അതിന്റെ പച്ച കവർ എടുത്തിട്ട് തണ്ടുണ്ടാക്കി ടൂത്ത് പിക്ക് ആണ് ഇരിക്കുന്നത്. അതിനകത്ത് നമ്മുടെ പച്ച കവർ വെച്ചിട്ട് പൊതിഞ്ഞ്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? നമ്മളെ ഒരു ഇലയും കൂടെ അതിനകത്ത് വെച്ച് തരാം. അപ്പൊ ദാണ്ട് ആ പച്ച കവർ വെച്ചിട്ട് ഇല സെറ്റ് ആയിട്ടുണ്ട്. ടൂത്ത് പിക്ക് അതിനകത്ത് നമ്മൾ ഈ ഇല ഷേപ്പിലാക്കിയിട്ട് ഈ ഫ്ലവറിലോട്ട് വെച്ച് കൊടുക്കും. ഇവിടെ ഒരെണ്ണം വെച്ചിട്ട് നൂലിട്ട് കെട്ടിയാൽ മതി അല്ലേ? നൂല് വേണമെന്നില്ല, ഗമ്മായാലും മതി. അപ്പോ ഇന്ന് നമ്മൾ ഈ ഫ്ലവർ അല്ല, എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത് വിശദമായിട്ട് പറഞ്ഞോളൂ. ഒരു സാറ്റർ റിബൺ ബേബിക്ക് മേടിച്ച് ഡ്രസ്സിൽ നിന്ന് കിട്ടിയതാ. ഓക്കെ, ഇത് വെച്ച് ബേബിക്ക് തന്നെ തലയിൽ വെക്കുന്ന ഒരു സംഭവം ഉണ്ടാക്കാം. ഇതില് ഈ അരുവിന്നാണ് ഞാൻ തുടങ്ങുന്നത് കേട്ടോ. ഇത് നമുക്ക് നാട്ടിലൊക്കെ എവിടെയാണെങ്കിലും പല കളേഴ്സില് സാറ്റർ റിബൺ മേടിക്കാൻ കിട്ടും. നല്ല ഭംഗിയായിരിക്കും ഉണ്ടാക്കിയെടുക്കുമ്പോൾ. ഇതെല്ലാം ഞാൻ ഭംഗിയൊന്നും നോക്കുന്നില്ല, നമുക്ക് കിട്ടുന്ന സാധനങ്ങൾ വെച്ച് ചെയ്ത് കാണിക്കുക. ഓക്കെ, ഈ ഒരു കെട്ട് കെട്ടിയാൽ മതി. ഇതിലാണ് നമ്മുടെ പണി പോകുന്നത്. ഇനി ഈ കെട്ടിൽ കൂടെ നമ്മൾ കയറുക. ഇങ്ങനെ ചങ്ങല പോലെ ഇങ്ങനെ മുറുക്കി അങ്ങ് പോകുക കേട്ടോ. കണ്ടോ, നല്ല ടൈറ്റാക്കി ഇങ്ങനെ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് ബേബിക്കെന്നല്ല ആർക്ക് വേണമെങ്കിലും തലയിൽ വയ്ക്കുന്ന ഒരു സംഭവം ആക്കി ഇത് മാറ്റാം. കണ്ടോ, ഈ പിന്നില് കണ്ടോ, ഇങ്ങനെ വരണം. ആ കെട്ടിന്റെ അകത്തൂടെ ഇങ്ങനെ ഇങ്ങനെ എടുത്ത് തണ്ട് ഇത് വിടരുത്. ഈ സംഭവം ഉണ്ടല്ലോ, ഇത് ഇങ്ങനെ കയറി എത്ര നീളമുണ്ടോ അത്രയും നമുക്ക് ഇത് വിട്ടു പോകാം. ഇങ്ങനെ തലയിൽ കെട്ടുന്ന റിബണേ, സാറ്റർ റിബണേ, ഇതെല്ലാം വെച്ച് നമുക്ക് ചെയ്താൽ നമുക്ക് നല്ല ബലത്തിന് തലയിലുള്ള എന്തെങ്കിലുമൊക്കെ പിള്ളേർക്കായാലും വലിയവർക്കായാലും തലയിൽ കെട്ടുന്ന നല്ല അടിപൊളി സ്റ്റൈലിലെ ഹെയർ മേക്കിങ്ങിനുള്ള ഒരു സംഭവം ആക്കിയെടുക്കാം. ഓക്കെ, അപ്പൊ അത് ഇപ്പൊ തന്നെ ഇത്ര ചെയ്തപ്പോ തന്നെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അതെ, ആദ്യത്തെ ആ പീസ് റിബണിനെ നമ്മള് ഇങ്ങനെ ഞൊറഞ്ഞ് പിന്നി ഇങ്ങനെ ആക്കി എടുത്തു. ഓക്കെ, ഇനി ഇതിനെ ഡെക്കറേഷൻ ചെയ്യാൻ പോവാണ്. ഇത് വെച്ചാ അതുപോലെ ഉള്ള വേറൊരു പീസ് റിബണിന്റെ കൈ വന്നിട്ടുണ്ട്. ഇത് വെച്ച് ഞാനൊരു പൂ ഉണ്ടാക്കും. 2 3 ഒക്കെ ഉണ്ടാക്കാം. നോക്കട്ടെ എത്ര ഉണ്ടാക്കാൻ പറ്റുമെന്ന്. ഇത് നമ്മളില്ല സാധാ റോസ് ഫ്ലവർ, ഒരു ചെറിയ റോസ് ഫ്ലവർ ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു കുഞ്ഞു റോസ് ഫ്ലവർ റെഡി ആയിട്ടുണ്ട് ഇവിടെ.
അതിനെ നൂല് വെച്ചിട്ട് കെട്ടി. ഈ പൂവിനെ ഞാൻ ഗമ്മ് തേക്കുക ഇവിടെ ഇവിടെ ഒട്ടിക്കുന്നു. ഇച്ചിരി നേരം ഒട്ടണേ, ഇവിടെ ഒട്ടട്ടെ കേട്ടോ. നമ്മുടെ ബേബിക്കുള്ള ഒരു ഹെയർ ബോയ് ആണ് സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. ഈ ബോയ് അല്ല, പുതിയ ബോയ്, ഹാൻഡ് മെയ്ഡ് ബോയ് ആണ് നമ്മളിപ്പോ സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. വീണ്ടും റോസാപ്പൂ ഉണ്ടാക്കുന്നു. ബേബിക്ക് കിട്ടിയ ഐറ്റത്തിൽ നിന്ന് തന്നെ എടുത്തതാ. ഓക്കെ, ഇനി ഫൈനൽ ലുക്ക് കാണാം. എന്നിട്ട് നമ്മളിങ്ങനെ ചെറിയ ബോൾസ്, തെർമോക്കോൾ ബോളോ മുത്തോ എന്താ നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് ഒട്ടിച്ച് കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആക്കാം. അപ്പോൾ നമ്മുടെ ഹെയർ ബോയ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഡെമോ വെച്ച് കാണിക്കാം. ഓക്കെ, അടിപൊളി. അപ്പൊ ആദ്യം എന്റെ മുടിയിൽ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ബേബി ഇപ്പൊ ഉറങ്ങുക, അത് കഴിഞ്ഞ് നമുക്ക് അവളുടെ മുടിയിൽ ട്രൈ ചെയ്യാം. കുഞ്ഞിൻ്റെ തലയുടെ ഭാരം ഇത്രയേ ഉള്ളെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു കെട്ടിട്ട് അത് ഏത് വിധം വേണമെങ്കിലും തൊപ്പി പോലെ നമുക്ക് വെക്കാം. അപ്പോൾ ഇതാണ് ഗൈസ് ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. കാരണം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഫൈനൽ ലുക്ക് ഇത്രയും ക്യൂട്ട് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിരിക്കുമെന്ന് ഞാൻ ഒട്ടും കരുതിയില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ ബേബിക്കും ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. ആ ഡ്രസ്സിന് നല്ല മാച്ചായിട്ട് നമുക്കിടാനും പറ്റി. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുകയും വേണം. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.